Hi everybody, welcome back and this is Mel. അപ്പോൾ guys ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇൻഫിനിക്സ് GT20 Pro 5G ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഇത്രയുള്ളൂ പറയാൻ. നമുക്ക് നേരെ വീഡിയോ ഇട്ടാണ്. ഇൻഫിനിക്സ് GT20 Pro 5G എന്ന് പറയുന്ന ഫോൺ ഫൈനലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടെയല്ല, ഇന്ത്യയിലല്ല, സൗദി, ദുബായ് അങ്ങനത്തെ ഗൾഫ് കൺട്രീസിലൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വ്യൂ ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ഈ ഫോണായിരുന്നു ഫസ്റ്റ് വ്യൂ ഡിസ്പ്ലേ ആണല്ലേ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ ഡിസ്പ്ലേ സൈസ് നോക്കുമ്പോൾ 6.78 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ 1300 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ പഞ്ച് ഹോൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് സെൻട്രലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1500 ഹെർട്സിൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. 91.0% ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ സൈഡിൽ നോക്കുമ്പോൾ നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ഈ ഫോണിൻ്റെ ഒരു ടോട്ടൽ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 194 ഗ്രാമാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഫോണിൻ്റെ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ 8.50 mm ആണ് ഈ ഫോണിൻ്റെ ഒരു തിക്നെസ് വരുന്നത്. പിന്നെ IP54 സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ബാക്കിൽ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ബ്ലിങ്ക് ചെയ്യും. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലൈറ്റിന് വരുന്നുണ്ട്. അപ്പോൾ നത്തിങ്ങിൻ്റെ കോപ്പി അടിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞാൽ MediaTek Dimensity 8200 എന്ന് പറയുന്ന ഒരു ജിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ജിപ്സെറ്റ് തന്നെയാണ്. അതിൻ്റെ അഡീഷണൽ ആയിട്ട് പിക്സൽ വർക്ക് X5 ടെർബോ എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഡിസ്പ്ലേ ചിപ്പ് അഡീഷണൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമിംഗ് നമുക്ക് തകർക്കാം എന്നുള്ളതിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ 5G സപ്പോർട്ടാണ്. ഈ ഫോണിൻ്റെ പ്രൈസ് ഞാൻ പറയാൻ മറന്നു. ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 28,000 ആണ് വരുന്നത്. ഇപ്പോൾ ദുബായ് അവിടത്തേക്ക് പ്രൈസ് വെച്ച് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് പ്രൈസ് നോക്കുമ്പോൾ ഒരു 28,000 ആ റേഞ്ചാണ് നിൽക്കുന്നത്. ഇതിൽ ഈ പ്രൊസസ്സറും കാര്യങ്ങളും സ്പെക്കൊക്കെ ഓക്കെയാണ്. ഇതുവരെയുള്ള എല്ലാ സ്പെക്കും ഓക്കെയാണ്. ഫോണിൻ്റെ നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് വിർച്വൽ റാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അതിനെ റാം ആക്കി കൺവേർട്ട് ചെയ്യുന്നൊരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ 12 GB റാം വരെ നമുക്ക് ഇതിൽ എക്സ്ട്രാ റാമായി കിട്ടുന്നുണ്ട്. പിന്നെ JBLൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഈ ഫോണിൽ VC കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോണിനെ റിമോട്ട് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. 14 ഈ ഫോൺ ബേസ് ചെയ്ത് ഓടുന്നത്. 2 ഇയർ OS അപ്ഡേറ്റും അതേപോലെ തന്നെ ഒരു 3 ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് ഇതിൽ ഫ്രീ ആയി കിട്ടുന്നുണ്ട്. അതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കി നോക്കാം. ക്യാമറ സെറ്റപ്പ് നോക്കുമ്പോൾ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ OS സപ്പോർട്ടാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ലെൻസ് എന്ന് പറയുമ്പോൾ 2 MB ഒരു ഡെപ്ത് സെൻസറും ആൻഡ് തേർഡ് വരുന്നത് ഒരു 2 MB ഒരു മാക്രോ ലെൻസും. അൾട്രാ വൈഡ് ഇതിൽ വരുന്നില്ല. അതൊരു പോരായ്മയായിട്ട് തോന്നിയായിരുന്നു. അതും കൂടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പൊളിച്ചേനെ. ബാറ്ററി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അതേപോലെ തന്നെ ടൈപ്പ് C പോർട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോൺ 2 വേരിയൻറ്റിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. 256 GB 8 GB റാം വേരിയൻറ്റും 256 GB 12 GB റാം വേരിയൻറ്റും. അപ്പോൾ ഈ ഫോൺ നമുക്ക് ഇനി ഏതൊക്കെ കളറിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതെന്ന് നോക്കിയോ. 3 കളറിലാണ് കിട്ടുന്നത്: ബ്ലൂ, ഓറഞ്ച്, സിൽവർ. ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗൾഫ് കൺട്രീസ്, ഇപ്പോൾ നമ്മുടെ സൗദി അറേബ്യയിലൊക്കെയാണ് ഈ ഫോൺ. ഇപ്പോൾ ദുബായ് സൗദി അറേബ്യയിലൊക്കെയാണ് ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രൈസ് വെച്ച് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 28,000 ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പ്രൈസിൽ ഇവിടെ വരികയാണെങ്കിലും ഈ ഫോൺ വെർത്താണ്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മൾ ഇതേപോലത്തെ ടെക് റിവ്യൂസും അതേപോലെ തന്നെ നല്ല മൂവി റിവ്യൂസും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്താൽ കുഴപ്പമില്ല. നല്ല കമൻറ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പറയുന്നത് ഡീറ്റെയിൽ റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സൂക്ഷിക്കുക. പറയുന്നത് It's paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind